എങ്കിലും അങ്ങോട്ട് കണക്ക് ഒക്കുന്നില്ലല്ലോ. 4, 3, 7, 7, 1, 10. അത് ശരിയല്ല. ബിഗ് ബോസ് ആണ് കാണിക്കുന്നത് ശരിയല്ല. 7, 1, 10 അല്ല ശാന 8 അല്ലേ? എവിടെയോ എന്തൊക്കെയോ തകരാറുണ്ട് അണ്ണൻ്റെ പല തീരുമാനങ്ങളും. എനിക്കത് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. കാര്യം രതീഷ് പോയെങ്കിലും എന്തൊക്കെയോ ഒരു ലിങ്കൊക്കെ അവിടെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. കാര്യം ലിങ്ക് എന്ന് പറയുന്നത് ലാലേട്ടൻ കൊടുത്തൊരു ലിങ്ക്, ഒരു എനിക്ക് തിരിച്ചു വരാൻ അവസരം കിട്ടിയാലോ എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. അപ്പോൾ രതീഷ് പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് എൻ്റെ തെറ്റുകൾ മനസ്സിലായി, ഞാൻ ഇനി നല്ല രീതിയിൽ കളിക്കും. എനിക്ക് തോന്നുന്നു രതീഷിനോട് ആദ്യം തുടങ്ങി എത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എത്രയൊക്കെ വാണിംഗ് കൊടുത്തിട്ട് രതീഷിന് ഒട്ടും മനസ്സിലാകാത്തതുകൊണ്ടാണോ ഇങ്ങനെ എടുത്ത് പുറത്തടിച്ചത്? ഇവനൊരു പനിഷ്മെൻറ്റ് ഇരിക്കട്ടെ, ഇവന് എത്രയോ വാണിംഗ് കൊടുത്തിട്ടേ, നീ എന്ത് തേങ്ങ ഇടയിൽ കാണിക്കണത്? തുടക്കം തുടങ്ങി വന്ന കാലം തുടങ്ങി നിനക്ക് വാണിംഗ് തന്നിട്ടിരിക്കുവാണ്. ഇത്രയും പ്രോഗ്രാമുകളും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ടാഗ്ലൈനും വെച്ചു, മാറ്റി പിടിച്ചാലോ. അതിലും നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നിനക്ക് 2 പണി തരാം. നിനക്ക് പുറത്ത് ചാടിച്ച് നീ നാട്ടിൽ പോയി ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വാ, അല്ലാണ്ട് ഇവിടെ നിനക്ക് ക്ലാസ് എടുക്കാൻ സമയമില്ല. അങ്ങനെയാണോ ഇനി മാറ്റി പിടിച്ചാലോ ഉദ്ദേശിച്ചത്? കാര്യം എനിക്കിപ്പോഴും അത് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയല്ല എൻ്റെ ബിഗ് ബോസ് ഏട്ടൻ, ഇങ്ങനെയല്ല എൻ്റെ ബോസ് ഏട്ടൻ. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ പല തരികിട നമ്പരും ഞാൻ കാണിച്ച് ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയ ബോസ് ഏട്ടൻ അവസാനം നമ്മളൊക്കെ ചിന്തിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഇതേപോലത്തെ ചിന്തകളൊന്നും ഒരിക്കലും തെറ്റാറില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നു രതീഷ് തിരിച്ചു വരും. ഏതെങ്കിലുമൊക്കെ ഒരു രൂപത്തിൽ വരും. അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ വരണ്ട, ഇവിടുത്തെ കണ്ടസ്റ്റൻ്റായിട്ട് തന്നെ വന്നാൽ മതി. അല്ലാണ്ട് വൈൽഡ് കാർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളോ അവിടെ വിശദീകരിക്കാനോ നാട്ടിലത്തെ കള്ളക്കഥകളുമായിട്ട് കയറി വരാനുള്ള സ്ഥലമാണ് ബിഗ് ബോസ്. ഇത്രയും ഡീസൻ്റായിട്ട് നടക്കുന്ന പരിപാടി. അപ്പം രതീഷിനെ പറഞ്ഞു വിട്ട പോലെ തന്നെ തിരിച്ച് കൊണ്ടുവരട്ടെ. അതിനുള്ള സാധ്യതകൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടല്ലേ വിട്ടിരിക്കണേ. അപ്പോൾ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടല്ലോ. വരട്ടെ, വന്നിട്ട് കാണാം. അതുവരെ ഞാൻ ഫുഡ് കഴിക്കില്ല എന്നല്ല, ഉറങ്ങില്ല എന്നുമല്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുന്ന. ഓക്കെ, അപ്പോൾ കാണാം.